ഗുഡ് മോർണിംഗ് ഓൾ. ഫോർത്ത് മൊഡ്യൂളിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്ന് പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിലെ റെസ്ക്യൂ ആൻഡ് റിലീഫ് അത് ആ ഒരു 3 സ്റ്റേജസ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ പ്രീ ഡിസാസ്റ്റർ, എമർജൻസി ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ട് 3 ഡിവിഷൻസ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രീ ഡിസാസ്റ്ററിലെ എന്താണ് അതിലെ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എമർജൻസി സ്റ്റേജിൽ റെസ്ക്യൂ ആൻഡ് റിലീഫ് എന്നുള്ളത് വരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രീ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ അല്ലെങ്കിൽ പ്രിപ്പയർനെസ് നമുക്ക് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എമർജൻസി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ എങ്ങനെയൊക്കെ റെസ്ക്യൂ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മോക്ക് ഡ്രില്ലൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റെസ്ക്യൂ ആൻഡ് റിലീഫ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സബ് ടോപ്പിക്കാണ് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. Sudden action at the onset of an incoming danger may be like bird flu, killing of suspected ones, or that of a Hurricane Rita, evacuation of thousands meant for reducing human casualties. അപ്പോൾ ഇവാക്യുവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനെയാണ് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. ആ ഒരു അപകടത്തിൻ്റെ തീവ്രത മാക്സിമം കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാഷ്വാലിറ്റീസിൻ്റെ അപകടം പറ്റിയവരുടെ എണ്ണം അല്ലെങ്കിൽ മരണപ്പെടാൻ സാധ്യതയുള്ളവരുടെ എണ്ണം മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. അത് പറയുന്നത് ഒരു സഡൻ ആക്ഷനാണ്. ലൈക്ക് എ ബേർഡ് ഫ്ലൂ ഓർ ഹ്യൂറിക്കൻ റീത. ബേർഡ് ഫ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ സസ്പെക്റ്റ് ആയവരെ മൊത്തം ആ ഒരു ബേർഡ് ഫ്ലൂ അല്ലെങ്കിൽ പക്ഷിപ്പനി അങ്ങനത്തെ എന്തെങ്കിലും ബേർഡ്സിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് ആകുമ്പോൾ സസ്പെക്റ്റ് ആയവനെയൊക്കെ കൊന്നു കളയുന്ന ഒരു പരിപാടിയുണ്ട്. അതേപോലെ അതിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇതിൽ ഏതൊക്കെ ഏരിയാസ് ഡേഞ്ചറസിൽ ആ ഒരു ഏരിയയിൽ വരാം, അല്ലെങ്കിൽ ഈ ഒരു ഡിസാസ്റ്ററിൻ്റെ ഭാഗമാവും, അവിടുന്ന് മൊത്തം ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇവാക്യുവേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓർ ദാറ്റ് ഓഫ് എ ഹ്യൂറിക്കൻ ഓക്കെ. അപ്പോൾ ഹ്യൂറിക്കൻ റീത എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ സൈക്ലോണാണ് അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റാണ്. അത്രയും തീവ്രത കൂടിയ ഒരു ചുഴലിക്കാറ്റിനെയാണ് ട്രോപ്പിക്കൽ റീത എന്ന് പറയുന്നത്. ആൻഡ് മെയിൻ ഫോർ റെഡ്യൂസിങ് ഹ്യൂമൻ കാഷ്വാലിറ്റി. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിസാസ്റ്റേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ഏർലി അറേഞ്ച്മെൻറ്റ്സ്. ഇനി അതിന് എന്തൊക്കെ വേണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഒരു കറക്റ്റായിട്ട് ഇവാക്യുവേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ഏർലി അറേഞ്ച്മെൻറ്റ്സ്. പ്രോപ്പറായിട്ട് ഇപ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന എന്തെങ്കിലും ഇങ്ങനത്തെ ഡിസാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള പ്രോപ്പർ പ്ലാനിങ്സ് വേണം. എപ്പോൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് വേണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ മുൻകൂട്ടി ഉണ്ടായിരിക്കണം. അതാണ് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ഏർലി അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സേഫ് ബിൽഡിങ്സ്. അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുമ്പോൾ അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേഫായിട്ടുള്ള ബിൽഡിങ്സ് കണ്ടുപിടിക്കണം. സ്പെസിഫൈഡ് ആൻഡ് ഷോർട്ടസ്റ്റ് റൂട്ട്സ്. അതേപോലെ തന്നെ അവിടേക്ക് എത്താനുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് കണ്ടുപിടിക്കണം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആൻഡ് യൂട്ടിലൈസബിൾ. അതേപോലെ തന്നെ ഗതാഗത മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം, അവൈലബിൾ ആയിട്ടുള്ള, അതേപോലെ തന്നെ ഉപയോഗപ്രദമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. വാഹനങ്ങളായാലും റോഡായാലും അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിച്ച് സെറ്റാക്കി വെക്കണം. ദെൻ മെഷേഴ്സ് ടു റെഡ്യൂസ് ഫിയർ ഇൻ പീപ്പിൾ. അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളിൽ അത് ഫിയർ ഉണ്ടാക്കും, അല്ലെങ്കിൽ പരിഭ്രാന്തി പരത്തും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ട മെഷേഴ്സും എടുക്കണം. ദെൻ പ്രീകറൻമെൻറ്റ് ഓഫ് ആൾട്ടർനേറ്റ് ഡ്രിങ്കിങ് വാട്ടർ. അതേപോലെ തന്നെ വാട്ടറുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ കുടിവെള്ളത്തിനൊരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് റിസോൾവ് ചെയ്യാനുള്ള മെഷർമെൻറ്റ്സ് അവിടെ ഉണ്ടായിരിക്കണം. ദെൻ സാനിറ്റേഷൻ, ക്ലീനിങ്ങിന് അല്ലെങ്കിൽ അത്രയും ഒരു വൃത്തിഹീനമായൊരു ചുറ്റുപാടായിരിക്കരുത്, സാനിറ്റേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ഫുഡ്, ഫ്യൂവൽ, മെഡിസിൻ, കമ്മ്യൂണിക്കേഷൻ, അവോയ്ഡ് ട്രാഫിക് ബ്ലോക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. അതേപോലെ തന്നെ ഫുഡും ഫ്യൂവലും മെഡിസിനും കമ്മ്യൂണിക്കേഷനും ട്രാഫിക് ബ്ലോക്ക് അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ ഈ ചെറിയ കാര്യങ്ങൾ പോലും അങ്ങനെ ഒരു ഡിസാസ്റ്റർ പോലത്തെ ഒരു സംഭവം, ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അതാണ് ഇവാക്യുവേഷനിൽ പറയുന്നത്. Even in USA, traffic blocks during the onset of Hurricane Rita caused chaos in people as well as in authorities. അപ്പോൾ
ഈ ഹുറിക്കൻ റീത നമ്മൾ പറഞ്ഞു ഒരു അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സൈക്ലോണാണ്. അപ്പോൾ ഈ ഹുറിക്കൻ റീത സംഭവിച്ച സമയത്ത് US-ലുണ്ടായ ട്രാഫിക് ബ്ലോക്ക്സ് അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ കഴിയാത്തത് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. ദീസ് ഷുഡ് ബി ലെസൺസ് ഫോർ ആസ് ഇൻ അവർ പ്ലാനിങ് ഫോർ ഇവാക്യുവേഷൻ. അപ്പോൾ ഇത്തരം അല്ലെങ്കിൽ ആ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആളുകളിലുണ്ടായിരുന്ന ആ കയോസിന് അല്ലെങ്കിൽ അവരിലൊരു ഫിയറിന് ഒരു പരിധിവരെ അതും കുറയ്ക്കാമായിരുന്നു. അപ്പോൾ ഈ ഉണ്ടായ കാര്യം നമുക്കൊരു ലെസൺ ആണെന്നാണ്, മാക്സിമം എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു പോയിൻറ്റ്സ് കിട്ടാനും. ദ ടൈം അവൈലബിൾ ഫോർ ഈസ് വെരി ക്രൂഷ്യൽ ഇൻ ഇവാക്യുവേഷൻ ആൻഡ് ദ ലൈഫ് സേവ്ഡ് കുഡ് ബി മിനി. അപ്പോൾ ഇവാക്യുവേഷൻ്റെ വേറൊരു ഇതെന്ന് പറയുന്നത് ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുക എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒരുപാട് ടൈമില്ല. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യമാണ്. അതായത് ടൈം വളരെ കുറവായിരിക്കും. പക്ഷേ ആ ഒരു കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാനും കഴിയും. അപ്പോൾ ടൈം കുറവായിരിക്കും, പക്ഷേ ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് അത്രയും എഫക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് 2 സ്റ്റേജസ് ആയിട്ടുള്ള പ്രീ ഡിസാസ്റ്റർ ആൻഡ് എമർജൻസി സ്റ്റേജ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി നോക്കാൻ പോകുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജാണ്. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് പോസ്റ്റ് ഡിസാസ്റ്റർ ഇനീഷ്യേറ്റീവ് സ്റ്റേജ് ഇൻ റെസ്പോൺസ് ടു ഡിസാസ്റ്റർ വിത്ത് എ പർപ്പസ് ടു അച്ചീവ് ഏർലി റിക്കവറി ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് അഫക്റ്റഡ് വിക്ടിംസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ പോസ്റ്റ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പർപ്പസ് ഈസ് ടു അച്ചീവ് ഏർലി റിക്കവറി. അതായത് അതിൽ അപകടത്തിൽപ്പെട്ടവരുടെ ഏറ്റവും പെട്ടെന്ന് അവരുടെ റിക്കവറിയാണ്, അവരെ തിരിച്ച് സാധാ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ റീഹാബിലിറ്റേഷൻ, അവർക്ക് നഷ്ടപ്പെട്ട ഏരിയയിൽ നിന്ന് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുനരധിവാസം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക്. അവർക്ക് ചിലപ്പോൾ എന്ത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആയാലും ചിലപ്പോൾ അവരുടെ വീടും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുതുതായിട്ട് താമസിക്കാൻ സ്ഥലം ഏർപ്പാടാക്കി കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റീകൺസ്ട്രക്ഷൻ ടു റീഹാബിലിറ്റേഷൻ. അപ്പോൾ അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ അതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് റീഹാബിലിറ്റേഷനിലേക്ക് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്താണ്. The reconstruction of shelter and community infrastructure, in fact, forms an important entry point for the rehabilitation process. അപ്പോൾ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് റീകൺസ്ട്രക്ഷൻ ഓഫ് ഷെൽട്ടറാണ്, അവർക്ക് താമസിക്കാൻ. അപ്പോൾ ഒരു ഫ്ലഡൊക്കെ സംഭവിച്ചു വെച്ചെങ്കിൽ അവരുടെ വീടും എല്ലാം നഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ അഫക്റ്റ് ആയ ആളുകൾ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ഷെൽട്ടറാണ്. മഴയും വെയിലൊന്നും കൊള്ളാതെ രാത്രിയും സേഫായി കിടക്കാൻ പറ്റുന്ന ഒരു ഷെൽട്ടറാണ്. അപ്പോൾ അതാണ് റീഹാബിലിറ്റേഷൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റീകൺസ്ട്രക്ട് ചെയ്യുക, ഒരു ഷെൽട്ടർ, ഒരു അഭയസ്ഥലം കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ഈ റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാം ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് റിസ്റ്റോറിങ് ആൻഡ് അപ്ഗ്രേഡിങ് ലോക്കൽ ഹാബിറ്റേറ്റ്. അവരുടെ ഒരു താമസ സ്ഥലം റെഡിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ജീവിതം നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിസ്റ്റോർ ചെയ്യാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു താമസ സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം റിസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ഇംപ്രൂവ്ഡ് സിസ്റ്റംസ് ഓഫ് ബിൽഡിങ്സ്. ഇനി ആ ഒരു അവരുടെ താമസസ്ഥലം പുതിയൊരു താമസസ്ഥലം അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിലെന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ഇംപ്രൂവ്ഡ് സിസ്റ്റം ഓഫ് ബിൽഡിങ്സ്. അപ്പോൾ അവിടെ ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എവിടേക്കാണ് ഫോൾട്ട് സംഭവിച്ചത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ബിൽഡിങ്സ് അവർ പ്രൊവൈഡ് ചെയ്യണം. ദെൻ സെറ്റ്സ് ഓഫ് എ ബേസിക് ബിൽഡിംഗ് എലമെൻറ്റ് സപ്ലൈ ആൻഡ് ബിൽഡ്സ് അപ്പ് സ്കിൽസ് ആൻഡ് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഓഫ് ഫാമിലീസ്. അതേപോലെ തന്നെ അവരുടെ സ്കിൽസ്, കാരണം അവർക്ക് ഇനിയൊരു വരുമാന മാർഗ്ഗമൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഏരിയയിൽ തന്നെ അവരുടെ കപ്പാസിറ്റിയും സ്കിൽസും കൊണ്ടുവരാൻ ശ്രമിക്കും. ലോക്കൽ ഏജൻസീസ് ആൻഡ് വില്ലേജ് ആർട്ടിസൻസ് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് സെറ്റ്സ് അപ്പ് ലോക്കൽ ഇൻഫർമേഷൻ ആൻഡ് നോളേജ് സിസ്റ്റം. അതേപോലെ തന്നെ മാക്സിമം പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ ഏജൻസീസും വില്ലേജ് ആർട്ടിസൻസും ഒക്കെ ആ ഒരു ഏരിയയുടെ അടുത്തുണ്ടായിരിക്കും. അതേപോലെ സെറ്റ്സ് അപ്പ് ലോക്കൽ ഇൻഫർമേഷൻ ആൻഡ് നോളേജ് സിസ്റ്റം, അവരുടെ എല്ലാ വിവരങ്ങളും വീണ്ടും ഒരു ഡിസാസ്റ്റർ അവർ ഫേസ് ചെയ്യാൻ പാടില്ല എന്നൊരു കറക്റ്റായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും പിന്നീട് എടുക്കുന്നത്. അതിൽ വരുന്ന അടുത്ത ഒന്നാണ് റീ എസ്റ്റാബ്ലിഷിംഗ് പീപ്പിൾസ് ലൈഫ് ത്രൂ റീഹാബിലിറ്റേഷൻ എഫേർട്സ്.
അതായത് റീഹാബിലിറ്റേഷനിലൂടെ അവരുടെ ലൈഫ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അവർക്ക് എന്തൊക്കെ നഷ്ടമായോ അല്ലെങ്കിൽ അവിടെ വെച്ച് തീർന്നു എന്ന് അവർ കരുതിയ ലൈഫ് വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് റീഹാബിലിറ്റേഷനിലൂടെ ചെയ്യുന്നത്. അതിലെന്തൊക്കെയാണെന്ന് നോക്കാം. മൂവിങ് അപ്പ് ദ ലാഡർ ഫ്രം ഹൗസ് ടു ഹാബിറ്റേറ്റ് ടു ലൈവ്ലിഹുഡ്. അതായത് ആ ലാഡർ അവരെ എവിടുന്ന് എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുന്നു, അതിൽ നിന്നൊരു താമസ സ്ഥലം എന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് എത്താണ്, ഒരു സുരക്ഷിതമായ സ്ഥലം എന്നുള്ള, പിന്നെ ലൈവ്ലിഹുഡ് അവർക്ക് ഒരു ജീവിത വരുമാന മാർഗത്തിലേക്കും എത്തിക്കാണ്. ലോക്കൽ അവയർനെസ് ക്രിയേഷൻ ഇൻക്ലൂഡിങ് ട്രെയിനിങ് ഫോർ ഓൾ സോ ദാറ്റ് പീപ്പിൾ ഗെയിൻ കൺട്രോൾ ഓവർ ദ ഹൗസിംഗ് പ്രോസസ്സ്. സ്വന്തം ഹൗസിംഗ് പ്രോസസ്സിൽ അവർക്ക് തന്നെ കൺട്രോൾ കൊടുക്കുകയാണ്, എന്നാൽ അവർക്കതൊരു വരുമാന മാർഗമായിട്ടും യൂസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ലിങ്കിങ് ടു എൻ്റർപ്രൈസസ്. അതേപോലെ തന്നെ മാക്സിമം കപ്പാസിറ്റി ഉള്ള ബിൽഡിങ്സ് പണിയുക, അതേപോലെ തന്നെ അത് അവരുടെ ഒരു എൻ്റർപ്രൈസസ് വ്യവസായ സംരംഭവുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലൈവ്ലിഹുഡ് സപ്പോർട്ടായിട്ട് വരുമാന മാർഗവുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. Devising livelihood interventions in the farm and non-farm sectors based on new economic opportunities to create economic surpluses. അതായത് എക്കണോമിക്കലി അവരെ കുറച്ചുകൂടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലൈവ്ലിഹുഡ് ഇൻ്റർവെൻഷൻസ്, അതായത് വരുമാന മാർഗ്ഗങ്ങളിൽ അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ അവർക്ക് മുന്നിൽ പ്രൊവൈഡ് ചെയ്യാണ്. അത് ഫാംസിൻ്റെ ഫോമിലായാലും നോൺ ഫാം സെക്ടേഴ്സിലായാലും, ഇപ്പോൾ കൃഷിയുമായിട്ടോ അല്ലെങ്കിൽ ഫാംസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലും. ക്രിയേറ്റിംഗ് എ ബേസിസ് ഫോർ കമ്മ്യൂണിറ്റി ആക്സസ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹൗസിംഗ് ഫിനാൻസ്. അങ്ങനെ അവർക്കൊരു കമ്മ്യൂണിറ്റി ആക്സസ് കൊടുക്കുകയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹൗസിംഗ് ഫിനാൻസിലേക്ക് ഒരു കമ്മ്യൂണിറ്റി ആക്സസ് കൂടെ പ്രൊവൈഡ് ചെയ്യാണ്. അവർക്ക് മാക്സിമം അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ വേണോ അത് അവരുടെ കപ്പാസിറ്റിയിലൂടെ തന്നെ അവരുടെ കഴിവിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് റീ എസ്റ്റാബ്ലിഷിംഗ് പീപ്പിൾ ലൈഫ്സ് ത്രൂ റീഹാബിലിറ്റേഷൻ എഫേർട്സ് എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. അവരിലൂടെ തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി അടുത്ത് പറയുന്നത് എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ് ആണ്. ഈ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ അതിൻ്റെ ഒരു എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ് ആണ്. ലോങ് ടേം പ്രിവെൻഷൻ ഓർ ഡിസാസ്റ്റർ റിഡക്ഷൻ മെഷേഴ്സ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് കൺസ്ട്രക്ഷൻ ഓഫ് എംബാങ്ക്മെൻറ്റ്സ് അഗെയിൻസ്റ്റ് ഫ്ലഡിംഗ്, irrigation facilities as drought proofing measures, increasing plant cover to reduce the occurrences of landslides, land use planning, construction of houses capable of withstanding the attack of heavy rain, wind speed and shocks of earthquakes are some of the activities that can be taken up as part of development plan. അപ്പോൾ സംഭവിച്ച് ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു, ഇനി മുന്നോട്ട് പോകുന്നതോറും എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റ്. സാമ്പത്തികമായിട്ട് നഷ്ടപ്പെടാതെയും നഷ്ടങ്ങൾ വരാതെയും അതേപോലെ തന്നെ നേച്ചറിനുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഭാഗം കൂടെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള എന്തൊക്കെ മൂവ്മെൻറ്റ്സ് നടത്തുക എന്നുള്ളതാണ്. അതിൽ പറയുന്നതാണ് കൺസ്ട്രക്ഷൻ ഓഫ് എംബാങ്ക്മെൻറ്റ്സ് അഗെയിൻസ്റ്റ് ഫ്ലഡിങ്. അപ്പോൾ ഫ്ലഡിങ്ങിന് തടയുന്ന ഒരു ഫ്ലഡ് അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം സംഭവിക്കുമ്പോൾ അതിന് തടയാനുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത് പറയുന്നത്. ദെൻ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആസ് ഡ്രോട്ട് പ്രൂഫിംഗ് മെഷേഴ്സ്. അതേപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒന്നാണ് ഡ്രോട്ട് അല്ലെങ്കിൽ വരൾച്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വരൾച്ച ഫേസ് ചെയ്യാം, ഇനി അഥവാ ഒരു വരൾച്ചയും കൂടി ഫേസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ജലസേചന പദ്ധതികൾ, അതാണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ഇൻക്രീസിങ് പ്ലാന്റ് കവർ ടു റെഡ്യൂസ് ദ ഒക്കറൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ്. അതേപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ് മണ്ണിടിച്ചിൽ തടയാനുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കുക. ലാൻഡ് യൂസ് പ്ലാനിങ്, അത് നമ്മൾ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ലാൻഡ് യൂസ് പ്ലാനിങ് എന്നുള്ളത് ഓരോ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലാൻഡ്സ് എന്തിനൊക്കെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കറക്റ്റ് ഒരു ഡിവൈഡ് ചെയ്തിട്ട് പ്ലാനിങ്ങോടെ മുന്നോട്ട് പോവുക. കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് കാപ്പബിൾ ഓഫ് വിത്ത്സ്റ്റാൻഡിങ് അറ്റാക്ക് ഓഫ് ഹെവി റെയിൻ ആൻഡ് വിൻഡ് സ്പീഡ്. അതേപോലെ തന്നെ നമ്മൾ ഹൗസ് പണിയുമ്പോൾ ആ ഒരു ഹൗസ് ഹെവി റെയിനെയും അതേപോലെ തന്നെ വിൻഡിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളതായിരിക്കണം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഹൗസസൊക്കെ പണിയുക എന്നുള്ളതാണ്. ആൻഡ് ഷോക്സ് ഓഫ് എർത്ത് കേക്സ് ആർ സം ഓഫ് ദ ആക്ടിവിറ്റി. അതേപോലെ തന്നെ എർത്ത് കേക്സൊക്കെ ഒരു പരിധി വരെ അതിലൊക്കെ നിലനിൽക്കാൻ കഴിയുന്ന ഹൗസും ബിൽഡിങ്സും ഒക്കെ പണിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റ് പ്ലാനിൻ്റെ പാർട്സായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത്രയും ഒരു മെഷേഴ്സ് നമ്മൾ മുൻകൂട്ടി എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇനിയൊരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ നഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ്. There is substantial evidence that disaster impacts can cause social activism resulting in political
disruption, especially during the seemingly interminable period of disaster recovery എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഡിസ്റപ്ഷനും അല്ലെങ്കിൽ പൊളിറ്റിക്കലി വരുന്ന പ്രോബ്ലംസിനും ഈ പറയുന്ന ഡിസാസ്റ്റർ ഇമ്പാക്ട്സ് കാരണമാവുന്നു. അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പൊളിറ്റിക്കലി കൂടെ ബേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇമ്പാക്ട്സ് കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ വരെ ബാധിക്കുന്ന ഇമ്പാക്ട്സ് ഇതിനുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ഇമ്പാക്ട്സ് കൂടുതലായിട്ട് കാണപ്പെടുക ഡിസാസ്റ്റർ റിക്കവറിക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ അതിനെ മറികടന്നതിന് ശേഷമായിരിക്കും. The disaster recovery period is a source of many victim grievance and this creates many opportunities for community conflicts. അപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പാർട്ടി അതിൽ ഇടപെട്ടു, അല്ലെങ്കിൽ ഏതൊക്കെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവിടെ വന്നു, എങ്ങനെയൊക്കെ അവർ ട്രീറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ജനങ്ങൾ നോക്കും. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റികൾക്കിടയിൽ കോൺഫ്ലിക്റ്റ്, അവർ അതൊന്നും കൺസിഡർ ചെയ്തില്ല, അല്ലെങ്കിൽ ഇവർ കൂടുതലായിട്ട് കൺസിഡർ ചെയ്തു, അങ്ങനെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് പറയുന്നത്, ഡിസാസ്റ്റർ റിക്കവറി പീരീഡ് ഈസ് എ സോഴ്സ് ഓഫ് മെനി വിക്ടിം ഗ്രീവറൻസ്. ഒരുപാട് പേർക്ക് പലതും, ജീവനും സ്വത്തും കൂടുള്ളവരൊക്കെ നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സും പൊളിറ്റിക്കൽ പാർട്ടീസും എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണോ, ഒരു കൂട്ടി സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ചെയ്തതിൽ വരുന്ന ഡിഫറൻസൊക്കെ കാരണം കമ്മ്യൂണിറ്റി കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പാർട്ടീനെ ബേസ് ചെയ്തിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. വിക്ടിംസ് യൂഷ്വലി അറ്റംപ്റ്റ് ടു റീക്രിയേറ്റ് പ്രീ ഇമ്പാക്ട് ഹൗസിംഗ് പാറ്റേൺ വിച്ച് ക്യാൻ thwart ഗവൺമെൻറ് അറ്റംപ്റ്റ്സ് അറ്റ് റീലൊക്കേഷൻ ടു ലെസ് ഹസാർഡസ് ഏരിയാസ്. അപ്പോൾ വിക്ടിംസ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, അവർ അവരുടെ തന്നെ ഐഡിയയിൽ പ്രീ ഇമ്പാക്ട് ഹൗസിംഗ് പാറ്റേൺസ്, അതായത് ആദ്യം ഉണ്ടായിരുന്ന അതേ മോഡലൊക്കെ വീണ്ടും ബിൽഡിങ്സും ഹൗസസൊക്കെ പണിയാൻ നോക്കും. അത് ഗവൺമെൻറ്റിൻ്റെ റീലൊക്കേഷൻ ലെസ് ഹസാർഡസ് ആക്കാനുള്ള അല്ലെങ്കിൽ അപകടം കുറയ്ക്കാനുള്ള പ്ലാനിങ്ങിന് ഓപ്പോസിറ്റായിട്ട് വരും. അവർ വീണ്ടും അതേപോലത്തെ ബിൽഡിങ്സും ഹൗസസൊക്കെ പണിയാണ്, അല്ലെങ്കിൽ അതേപോലെ മോർ സെക്യൂരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ പ്രിവെൻഷൻ മെഷേഴ്സ് എടുക്കാതെ വീണ്ടും അതേപോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനൊക്കെ അതൊരു നെഗറ്റീവായിട്ട് വരാം. Such attempts also can be problematic for their neighbors if victims attempt to site temporary housing. അതേപോലെ തന്നെ അവർ താൽക്കാലിക വീടൊക്കെ, ഷെഡുകളും അങ്ങനെ താൽക്കാലികമായിട്ട് വീടൊക്കെ കെട്ടി ഉയർത്തുകയാണ്, അത് പ്രോബ്ലം ആവാമെന്നാണ് പറയുന്നത്. Such as mobile homes on their own lots while awaiting the reconstruction of permanent housing. അപ്പോൾ ഈ ഒരു പെർമനൻറ്റ് ഹൗസിംഗ് എന്നുള്ളത് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ സ്വന്തമായിട്ട് വീടുണ്ടാക്കാനും അല്ലെങ്കിൽ ഷെഡ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ അവർ നോക്കുമ്പോൾ അതും ഇതിനൊക്കെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനൊക്കെ കാരണമാണെന്ന് പറയുന്നത്. പല പൊളിറ്റിക്കൽ പാർട്ടീസും ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ എവിടുന്നൊക്കെ പ്രശ്നങ്ങൾ വരാമെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ടൈമിന് അവരുടെ സൗകര്യങ്ങളും ഇവരുടെ ആവശ്യവും തമ്മിൽ യോജിച്ച് പോക്കോളൊന്നുമില്ല. അപ്പോൾ അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അടുത്തതായിട്ട് നോക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ ക്ലോസ്ലി ലിങ്ക്ഡ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡിസാസ്റ്ററും ഡെവലപ്മെൻറ്റും ക്ലോസ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ആണെങ്കിലും അത് ആ ഡെവലപ്മെൻറ്റിനെയും കൂടെ ബാധിക്കും. അത്രയും കാലം അവർ പടുത്തുയർത്തി കൊണ്ടുവന്നിരുന്നിടത്തൊക്കെ ഒരു പെട്ടെന്നൊരു ഷോക്ക് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നത്. ഡിസാസ്റ്റേഴ്സ് ക്യാൻ ബോത്ത് ഡിസ്ട്രോയ് ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ക്രിയേറ്റ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ അതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്ട്സും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സംരംഭങ്ങൾക്ക് തടസ്സമാവാം, അതേപോലെ തന്നെ പുതിയ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് സ്കീംസ് ക്യാൻ ബോത്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് വൾനറബിളി. അതേപോലെ തന്നെ സ്കീംസ് ഡിക്രീസ് ആവുകയും ചെയ്യാം, ഇൻക്രീസ് ആവുകയും ചെയ്യാം. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ഡിക്രീസ് ആവും. ആ ഒരു ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്ട്സ്, അതിൻ്റെ തീവ്രത എത്രത്തോളമാണോ അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എത്രത്തോളം കൂടുതലാണോ അതിനനുസരിച്ച് നെഗറ്റീവായിട്ടും ബാധിക്കാം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ ആ പ്ലാൻസൊക്കെ ഡിക്രീസ് ആവുകയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ആവുകയും ചെയ്യും. In the traditional approach to disasters, the attitude was that the disasters, especially natural ones, were an act of God and as such were beyond human control. അപ്പം ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയാം, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ഗോഡ്. അത് ദൈവത്തിൻ്റെ ഒരു
പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വിധിയാണ്, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ആൻഡ് ആസ് സച്ച് വർ ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ. അത് ഹ്യൂമൻ ബീങ്സിന് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളിനി എന്തൊക്കെ മെഷേഴ്സ് എടുത്താലും എന്തൊക്കെ മുൻകരുതലുകൾ എടുത്താലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് കാരണം അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നുള്ളതായിരുന്നു ഒരു ട്രഡീഷണൽ ബിലീഫ് എന്ന് പറയുന്നത്. അക്സെപ്റ്റിംഗ് ഡെത്ത് ആൻഡ് ഡാമേജ് പ്രോപ്പർട്ടി വാസ് പാർട്ട് ഓഫ് ദ കോഴ്സ്. അപ്പോൾ അവർ മരണമായാലും പ്രോപ്പർട്ടീസ് ഡാമേജസ് ആണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യും. കാരണം അവരുടെ കൺസെപ്റ്റ് എന്താണ്, അതിൽ ഹ്യൂമൻ ബീങ്സിന് ഒരു കൺട്രോളും ഇല്ല, മറിച്ച് ഗോഡാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഗോഡിൻ്റെ തീരുമാനമാണ് ആ ഒരു ഡിസാസ്റ്റർ അവിടെ നടക്കണം എന്നുള്ളത്. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു റൈറ്റും അവർക്കില്ല, അല്ലെങ്കിൽ അതിനെതിരെ അവരെന്ത് ചെയ്തിട്ടും കാര്യവുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. With such an attitude, most development plans were designed without consideration for the effect disasters would have on community plans and vice versa. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ മുന്നോട്ട് ഇനിയൊന്നും ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് അവരുടെ മൈൻഡിൽ. കാരണം അവരുടെ മൈൻഡിൽ ഓൾറെഡി എന്താണ്, ഇതൊന്നും അവരുടെ കൺട്രോളിലല്ല, അപ്പോൾ അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് അതിനനുസരിച്ചിട്ടൊന്നും വീണ്ടും അവർ ഡിസൈൻ ചെയ്യില്ല, ഇതൊന്നും കൺസിഡർ ചെയ്യില്ല. ഡിസാസ്റ്റർ വീണ്ടും വരുന്നോ അല്ലെങ്കിൽ അതിനവർക്ക് എന്നൊന്നും അവരുടെ മൈൻഡിലുണ്ടാവില്ല. അപ്പോൾ അവർ ഇതുവരെ എന്ത് ചെയ്തോ അത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ നോക്കണമെന്നൊന്നും അവർ നോക്കില്ല. When a disaster did occur, the response was directed at meeting emergency needs and cleaning up. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് അത്യാവശ്യ കാര്യങ്ങൾ, അതിൻ്റെ മുന്നോട്ട് പോകാൻ എന്തൊക്കെ എമർജൻസി നീഡ്സും അതേപോലെ തന്നെ അവിടെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എമർജൻസി നീഡ്സ്, ഇപ്പോൾ ഫുഡായാലും ഫ്യൂവലായാലും അങ്ങനത്തെ കാര്യങ്ങളിൽ വരുന്ന എമർജൻസി നീഡ്സാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നോക്കുന്നത്. രണ്ടാമത് പറയുന്നത് ആ പ്ലേസ് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ദ കറൻറ്റ് അപ്രോച്ച് ഇറ്റ് ഹാസ് ബീൻ റിയലൈസ്ഡ് ദാറ്റ് much more can and need to be done to reduce severity of hazards and disasters. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് അപ്രോച്ച് വെച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് നമ്മൾക്ക് ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. മച്ച് മോർ ക്യാൻ എന്നാണ് പറയുന്നത്. ഈ ഒരു സിവിയറിറ്റി, ഹസാർഡ്സിൻ്റെ സിവിയറിറ്റി റെഡ്യൂസ് ചെയ്യാനുണ്ട്. പക്ഷെ ആ ഒരു ബിലീഫ് കാരണം ഇതൊന്നും ഹ്യൂമൻ ബീങ്സിൻ്റെ കൺട്രോളിലല്ല എന്നുള്ളൊരു ബിലീഫ് അവിടെ ഒരു തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഹസാർഡ്സിൻ്റെ സിവിയറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്.